ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 7-ാമത്തെ ഞായറാഴ്ച നമ്മുടെ ധ്യാനത്തിനായി പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും അതിനെ അവിടുന്ന് നൽകുന്ന ശാന്തവും യുക്തിസഹവുമായ മറുപടിയാണ് ഈ വചനഭാഗത്തിന്റെ കാതൽ. ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അന്ന് ജനങ്ങൾ യേശുവിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഇന്ന് ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണുന്നത്? മർക്കോസ് സുവിശേഷകൻ ഒരേ സമയം 3 കൂട്ടം ആളുകളെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരു കൂട്ടർ അവനെ തേടി വരുന്നു. മറ്റൊരു കൂട്ടർ അവനെ ഭ്രാന്തനെന്ന് വിളിച്ച് പിടിച്ചുകൊണ്ടുപോകാൻ നോക്കുന്നു. മൂന്നാമതൊരു കൂട്ടരാകട്ടെ അവനിൽ പിശാചുണ്ടെന്ന് ആരോപിക്കുന്നു. എന്നാൽ ഈ 3 കൂട്ടരുടെയും നടുവിൽ യേശു ശാന്തനായി നിൽക്കുകയാണ്. അവിടുന്ന് തൻ്റെ ദൗത്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. കാരണം അവിടുന്ന് ജീവിച്ചത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചല്ല, പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ്. സുവിശേഷത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ഒരു വീട്ടിലേക്ക് പോയി. പക്ഷേ അവനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത വിധം ജനങ്ങൾ വീണ്ടും കൂട്ടമായി വന്നുകൂടിയെന്ന്. അവർക്ക് കേവലം ഒരു പ്രസംഗകനെയല്ല ആവശ്യമായിരുന്നത്, തങ്ങളുടെ വേദനകളിൽ, രോഗങ്ങളിൽ, നിരാശകളിൽ തുണയേകുന്ന ഒരു രക്ഷകനെയായിരുന്നു. അന്ധന് കാഴ്ച വേണമായിരുന്നു, രോഗിക്ക് സൗഖ്യവും പാപികൾക്ക് മോചനവും വേണമായിരുന്നു. സ്വന്തം വിശപ്പിനേക്കാളും വിശ്രമത്തെക്കാളും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കാണ് യേശു മുൻഗണന നൽകിയിരുന്നത്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അവൻ ദാസരൂപം സ്വീകരിച്ചു. യേശുവിൻ്റെ ജീവിതം മുഴുവൻ ഈ ദാസഭാവത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു. ഈ സുവിശേഷ ഭാഗത്തെ നമുക്ക് വിശുദ്ധ കുർബാനയുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. വിശുദ്ധ കുർബാന എന്നാൽ അർപ്പണമെന്നാണ് അർത്ഥം. ക്രിസ്തു കുരിശിൽ മാത്രമല്ല സ്വയം അർപ്പിച്ചത്, അവൻ്റെ ജീവിതം മുഴുവൻ ഒരർപ്പണമായിരുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നാം സ്വയം ഒന്ന് ചോദിക്കണം, എൻ്റെ ജീവിതം ഒരർപ്പണമാണോ? എൻ്റെ സമയം, കഴിവ്, എൻ്റെ സമ്പത്ത്, സ്നേഹം, ഇതിൽ എത്രമാത്രം ഞാൻ ദൈവത്തിനും സഹോദരങ്ങൾക്കുമായി നൽകുന്നുണ്ട്? ക്രിസ്തീയ ജീവിതം എന്നത് അവകാശങ്ങൾ സ്ഥാപിക്കലല്ല, മറിച്ച് സ്വയം അർപ്പിക്കലാണ്. തുടർന്ന് സുവിശേഷകൻ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. യേശുവിന് സുബോധമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടുകാർ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്നു. ശത്രുക്കളല്ല, പരീശരല്ല, സ്വന്തം ചോരയും നീരുമായവരാണ് അവനെ ഭ്രാന്തനെന്ന് വിളിച്ച് പിടിക്കുവാൻ വരുന്നത്. അവർക്ക് യേശുവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ സ്നേഹത്തിൽ വിശ്വാസമില്ലായിരുന്നു. അവർ യേശുവിനെ കണ്ടത് മനുഷ്യൻ്റെ കണ്ണുകളിലാണ്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിലല്ല. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറില്ലേ? ഒരാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, വിശുദ്ധ കുർബാനയെ ഭക്തിയോടെ സമീപിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ചോദിക്കും, ഇവനിപ്പോൾ എന്താണ് ഇത്ര വലിയ ഭക്തി? ഇതിച്ചിരി കൂടുതലല്ലേ? വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിച്ചാലും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ അതേസമയം നാം മറ്റുള്ളവരെ വിധിക്കുന്നവരാണോ എന്ന് ആത്മപരിശോധന ചെയ്യണം. ദൈവത്തിനായി ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണോ അതോ ഭ്രാന്തനെന്ന് വിളിച്ച് തളർത്തുകയാണോ ചെയ്യുന്നത്? അടുത്തതായി രംഗത്തേക്ക് വരുന്നത് യെരുശലേമിൽ നിന്നുള്ള ശാസ്ത്രിമാരാണ്. തിരുവെഴുത്തുകൾ നന്നായി പഠിച്ചവർ, മശിഹായെ ആദ്യം തിരിച്ചറിയേണ്ടവർ. പക്ഷേ തിരുവെഴുത്തുകൾ അറിഞ്ഞിട്ടും അതിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന്. അവർ അത്ഭുതങ്ങളെ നിഷേധിച്ചില്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അസൂയയും മുൻവിധിയും കാരണം സാത്താൻ്റെ പ്രവൃത്തിയായി ചിത്രീകരിക്കുന്നു. അഹങ്കാരം മനുഷ്യനെ സത്യത്തിൽ നിന്നും അകറ്റും എന്നതിൻ്റെ വലിയൊരു തെളിവാണിത്. ഇതിന് മറുപടിയായി യേശു യുക്തിസഹമായ ഒരു ചോദ്യം ചോദിക്കുന്നു. സാത്താൻ എങ്ങനെ സാത്താനെ പുറത്താക്കാൻ കഴിയും? ഒരു രാജ്യം തന്നിൽ തന്നെ ഭിന്നിച്ചാൽ അതിന് നിലനിൽക്കാൻ കഴിയില്ലല്ലോ. വിഭജനം ആരംഭിക്കുന്നിടത്ത് തകർച്ചയും ആരംഭിക്കും. അതുകൊണ്ടാണ് സാത്താൻ തൻ്റെ ഏറ്റവും വലിയ ആയുധമായി ഭിന്നതയെ ഉപയോഗിക്കുന്നത്. അവൻ മനുഷ്യനെ ദൈവത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പരസ്പരം അകറ്റുന്നു. ഇന്ന്
നമ്മുടെ പല ഭവനങ്ങളിലും സമാധാനം നഷ്ടപ്പെടുന്നത് ഈ ഭിന്നത കൊണ്ടാണ്. ഓർക്കുക, വിശുദ്ധ കുർബാനയിൽ നാം പരസ്പരം നൽകുന്ന സ്ലോമോ വെറുമൊരു ആചാരമല്ല, നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണെന്ന വിശ്വാസ പ്രഖ്യാപനമാണ്. തുടർന്ന് യേശു ഒരു ഉപമ പറയുന്നു. ശക്തനായ ഒരാളെ ആദ്യം കെട്ടിയിടാതെ അവൻ്റെ വീട്ടിൽ കടന്ന് സാധനങ്ങൾ കൊള്ളയടിക്കാൻ ആർക്കും കഴിയില്ല എന്ന്. ഇവിടെ ശക്തനായവൻ സാത്താനാണ്, വീട് ഈ ലോകവും, സാധനങ്ങൾ ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുമാണ്. യേശു വ്യക്തമാക്കുകയാണ്, ഞാൻ സാത്താനേക്കാൾ ശക്തനായതുകൊണ്ടാണ് അവൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്നത് എന്ന്. സഭാപിതാവായ വിശുദ്ധ എഫ്രേം പറയുന്നത് പോലെ, ലോകം പരാജയമെന്ന് കരുതിയ കുരിശാണ് യഥാർത്ഥത്തിൽ സാത്താൻ്റെ മേൽ ക്രിസ്തു നേടിയ വലിയ വിജയം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന പാപത്തിൻ്റെയോ ലഹരിയുടെയോ പകയുടെയോ നിരാശയുടെയോ ബന്ധനങ്ങൾ എത്ര ശക്തമായാലും ഭയപ്പെടേണ്ട. കാരണം നിങ്ങളെ സ്വതന്ത്രനാക്കുവാൻ കഴിയുന്ന സാത്താനേക്കാൾ ശക്തനായ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ഒടുവിൽ യേശു ഏറ്റവും ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്ന്. ഈ വചനം കേട്ട് നാം ഭയപ്പെടേണ്ടതില്ല. യേശു ഇത് പറയുന്നത് മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പാപിയോടല്ല, മറിച്ച് സത്യം കൺമുൻപിൽ വ്യക്തമായി കണ്ടിട്ടും അഹങ്കാരം കൊണ്ടും സ്വന്തം സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്താലും അതിനെ മനഃപൂർവ്വം നിഷേധിച്ച ശാസ്ത്രിമാരോടാണ്. പഴയ നിയമത്തിൽ ഈജിപ്തിലെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതുപോലെ ദൈവകൃപയെയും സത്യത്തെയും ബോധപൂർവം നിരന്തരം നിരസിക്കുന്ന ഹൃദയാവസ്ഥയാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിൽ നാം കണ്ട 3 കൂട്ടരിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? യേശുവിനെ തെറ്റിദ്ധരിച്ച ബന്ധുക്കളെ പോലെയാണോ? അഹങ്കാരത്താൽ സത്യം നിഷേധിച്ച ശാസ്ത്രിമാരെ പോലെയാണോ? അതോ സൗഖ്യത്തിനായി നിർമ്മല ഹൃദയത്തോടെ അവിടുത്തെ തേടി വന്ന ജനക്കൂട്ടത്തെ പോലെയാണോ? വിശുദ്ധ കുർബാനയിലൂടെ നാം അനുഭവിക്കുന്നത് അന്ന് ഭ്രാന്തനെന്നും ബെൽസബൂൽ പിടിച്ചവനെന്നും ലോകം വിധി എഴുതിയ, എന്നാൽ മരണത്തെ തോൽപ്പിച്ച് ഇന്നും ജീവിക്കുന്ന അതേ യേശുവിനെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് മർക്കോസ് സുവിശേഷകൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ യേശുവിനെ ആരായിട്ടാണ് കാണുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണോ? അതോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷകനുമായിട്ടാണോ? നമുക്ക് തെറ്റിദ്ധാരണകളിൽ നിന്ന് വിശ്വാസത്തിലേക്കും അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്കും വളരാം. ഹൃദയങ്ങൾ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും അങ്ങയുടെ വിശ്വസ്ത ശിഷ്യനായി ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമീൻ.